Hello everyone. ഇന്നത്തെ ടോപ്പിക്കാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിലോട്ട് നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ച് കൊടുത്തിട്ട് ഒന്നീ നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യണം, അല്ലെങ്കിൽ ഈ കറണ്ട് ക്യാരിയിങ് കോയിലിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താവും? ഈ കറണ്ട് ക്യാരിയിങ് കോയിൽ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് സർക്യൂട്ട് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് EMF ഇൻഡ്യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കൂടെ കറണ്ട് ഫ്ലോ നടക്കും. അപ്പോൾ ഫസ്റ്റ് ലോ, when the magnetic flux linking a conductor or coil changes, an EMF is induced in it. Second law എന്താണ്? The magnitude of the EMF induced in a conductor or coil is directly proportional to the rate of change of flux linkage. എത്രമാത്രം ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം പൊയ്ക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഫ്ലക്സ് ലിങ്കേജ് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് EMF ഇൻഡ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കും. The magnitude of the EMF induced in a conductor or coil is directly proportional to the rate of change of flux. എത്രമാത്രം ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു അത്രമാത്രം EMF ഇൻഡ്യൂസ്ഡ് ആണ്. ഇനി ഈ EMF എന്തിനാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? ഈ EMF ഈ കോസിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി, ഫ്ലക്സ് ലിങ്കിങ് കണ്ടക്ടറിൻ്റെ അകത്ത് ഫ്ലക്സ് ലിങ്കിങ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ആ കോസിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിച്ചത് നമ്മുടെ ലെൻസാണ്. സോ ലെൻസ് ലോ, ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ഫ്ലോ ഇൻ സച്ച് എ ഡയറക്ഷൻ so as to oppose the cause that produce it. അപ്പം EMF induced E will be equal to minus n into d∅dt. ഇനി ഫ്ലമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്. ഫ്ലമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ഉണ്ട്, ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്. ഫ്ലമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്തിനാണ്? ജനറേറ്റേഴ്സിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് മോട്ടേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് ജനറേറ്ററിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്? EMF ഇൻഡ്യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ജനറേറ്ററിൻ്റെ അകത്ത്. മോട്ടറിൻ്റെ അകത്ത് എന്താണ്? നമ്മൾ സപ്ലൈ കൊടുത്തിട്ട് അതിനെ കറക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫ്ലമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് ജനറേറ്റേഴ്സിനും ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് മോട്ടേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹാൻഡിനെ സ്ട്രെച്ച് ഔട്ട് ചെയ്യുക, റൈറ്റ് ഹാൻഡിനെ സ്ട്രെച്ച് ഔട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് തമ്പും 4 ഫിംഗറും മിഡിൽ ഫിംഗറും ഉണ്ട്. തമ്പ് റെപ്രസെൻറ്റ്സ് ദ കണ്ടക്ടർ മൂവ്മെൻറ്റ്, മോഷൻ ഓഫ് ദ കണ്ടക്ടർ. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യും. മിഡിൽ ഫിംഗർ ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇത് 3 90 ഡിഗ്രീസിലായിരിക്കണം. ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് റൂളും സെയിം പോലെ തന്നെയാണ്. ഈ 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇത് മിഡിൽ ഫിംഗർ കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇതാണെങ്കിൽ തമ്പ് എന്തായിരുന്നു? റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ കണ്ടക്ടറിൻ്റെ മൂവ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ തമ്പ് ഫോഴ്സ്, ആ ഫോഴ്സ് കൊണ്ടാണ് നമ്മുടെ മോട്ടർ കറങ്ങുന്നത്. ഓക്കെ, സോ stretch out the 4 finger, middle finger and the thumb of your hand so that they are at right angles to one another. എന്നിട്ട് തമ്പ് എന്താണ്? ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ, 4 ഫിംഗർ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മിഡിൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രേനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാവേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the magnetic flux passing perpendicular to the plane of the coil and directed into the paper is varying according to the relation phi equal to 6t square plus 7t plus 1, where phi is the milliwebers and t is in seconds. The magnitude of induced EMF in the coil when t equal to 2 seconds. അപ്പം നമുക്കിവിടെ ആണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട് അല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി വിച്ച് ഈസ് ഗോയിങ് ഇൻ ടു ദ പേപ്പർ. ഈ ഇൻ ടു ദ പ്ലെയിൻ അല്ലെങ്കിൽ ഇൻ ടു ദ പേപ്പർ അകത്തോട്ട് പോകുന്ന ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് നമ്മളൊരു കണ്ടക്ടറിനെ വെക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലക്സ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ടൈം ഇറ്റ് ഈസ് വേരിയിങ്. സോ ഫ്ലക്സ് ഈസ് ഗിവൺ ബൈ 6t സ്ക്വയർ പ്ലസ് 7t പ്ലസ് 1. നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. സോ നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഫോർമുല എന്താണ്? E ഈക്വൽ ടു മൈനസ് n ഇൻറ്റു d∅dt ആണല്ലോ. ഇവിടെ നമ്മുടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ്, അത് നമുക്ക് തന്നിട്ടില്ല, ഒരു കണ്ടക്ടറിൻ്റെ കാര്യമുള്ളൂ. സോ n നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ E ഈക്വൽ ടു മൈനസ് d∅dt ആണ്. വി ആർ ഗീവൺ phi is given as 6t square plus 7t plus 1. So what will be d∅dt? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണ്ടേ? So it will be 12t plus 7. Okay, 12t plus 7. എന്നിട്ട്
when t equal to 2 seconds, t equal to 2 seconds ആവുമ്പം 2 seconds ആവുമ്പം d5 by dt will be 12 into 2 plus 7. So it will be 24 plus 7. It will be 31. നമുക്ക് E എന്താണ്? E is minus d5 by dt ആണ്. So E equal to minus 31. ഇനി വെബേഴ്സ് എന്തായിരുന്നു? വെബേഴ്സ് മില്ലി ആയിരുന്നു അല്ല ഫ്ലക്സ് എന്തായിരുന്നു? ഫ്ലക്സ് മില്ലി വെബേഴ്സിലായിരുന്നു. സോ ദിസ് ഈസ് ഇൻറ്റു 10 raised to minus 3 ഉണ്ട്. സോ ഇവിടെയും 10 raised to minus 3 വരും. സോ our answer will be minus 31 millivolt. Answer will be minus 31 millivolt. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഡയഗ്രത്തെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. In the above question, what is the direction of the induced current through resistor R? ഈ റെസിസ്റ്റർ ആറിൽ കൂടെ നമ്മുടെ ഈ കണ്ടക്ടറിൻ്റെ അകത്ത് എന്താണെങ്കിലും കറണ്ട് ഇൻഡ്യൂസ് ചെയ്യില്ല. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചോദിച്ചേക്കാണ്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണോ, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണോ, ഈസ് ക്ലോക്ക് വൈസ് ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻ ടു ദ കണ്ടക്ടർ അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ കണ്ടക്ടർ ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിനെ കാട്ടി കഴിഞ്ഞ ഏതോ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇവിടെ ഒരു പോയിന്റ് പിയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇറ്റ് വാസ് ബി ഈക്വൽ ടു മ്യൂ നോട്ട് ഐ ഡിവൈഡഡ് ബൈ 2πa വേർ a ഈസ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ ആക്ച്വലി എന്താണ്? B is directly proportional to current I as well as B is inversely proportional to the distance. നമുക്ക് ഇവിടെ ഈ ഒരു കോൺസെപ്റ്റ് മാത്രം എടുക്കാം. B is directly proportional to current I. നമ്മുടെ ഫ്ലെമിങ്സ് എന്താ പറഞ്ഞത്? മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുന്നത് അല്ലേ? ഇത് കൊണ്ടുവന്ന് ഇവിടെ വെക്കുമ്പോഴത്തേക്കും ഇത് അകത്തോട്ടാണെങ്കിൽ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെളിയിലോട്ട് വരും, വിച്ച് വിൽ ബി ഡോട്ട്. വെൻ ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഇറ്റ് വിൽ ബി ഡോട്ട്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആണ് നമ്മുടെ കറണ്ട് അല്ലേ? അപ്പം വെൻ ഇറ്റ് ഈസ് കറണ്ടും എന്തായിരിക്കും? കറണ്ട് ഔട്ട്വേർഡ് എന്ന് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് കറണ്ട് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് ഡയറക്ഷൻ അല്ലേ? സോ ഇറ്റ് വിൽ ബി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. A metallic ring is attached to the wall of a room. When the north pole of a magnet is brought near the ring, the induced current in the ring is. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്കൊരു മാഗ്നറ്റ് ഉണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള ഒരു മാഗ്നറ്റ്. ഈ മാഗ്നറ്റ് ഒരു മെറ്റാലിക് റിങ്ങിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരികയാണ്. ഈ മെറ്റാലിക് റിങ്ങിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ നോർത്ത് പോളിൽ നിന്നാണല്ലോ മാഗ്നറ്റിക് ഫ്ലക്സ് വരുന്നത്. അപ്പം നോർത്ത് പോൾ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് എന്താണെങ്കിലും ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും? ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഈ കാരണത്തെ ഒപ്പോസ് ചെയ്യും അല്ലേ? ഈ കാരണത്തെ ഒപ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ഗോയിങ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് നോർത്ത് പോൾ അടുത്തോട്ട് കൊണ്ടുവന്നാലും നോർത്ത് പോൾ ദൂരത്തോട്ട് കൊണ്ടുവന്നാലും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി റിങ്ങിൻ്റെ അടുത്തോട്ട് നോർത്ത് പോളാണ് കൊണ്ടുവരുന്നെങ്കിൽ പുട്ട് ദ ആരോ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇറ്റ് വിൽ ബി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇപ്പോൾ ഈ റിങ്ങിൻ്റെ അടുത്തോട്ട് സൗത്ത് പോളാണ് നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ, സൗത്ത് പോൾ കൊണ്ടുവരുമോ ദൂരത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ സൗത്ത് പോളിൻ്റെ യെസ് ഇങ്ങനാണ്. So our direction will be like this. ഓക്കെ, നോർത്ത് പോള ഇതിങ്ങനെ ഓർത്തിരുന്നാൽ മതി. നോർത്ത് പോള അടുത്ത് കൊണ്ടുവരുന്നെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. സൗത്ത് പോള അടുത്ത് കൊണ്ടുവരുന്നെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇനി when a magnet is moved with, fourth question, when a magnet is moved with its north pole towards a closed coil, the near end of the coil acts as. ഈ കോയിലിൻ്റെ ഈ അടുത്ത എൻഡ്, ഒരു മാഗ്നറ്റ് ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു റിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗം എന്തായിട്ട് ആക്ട് ചെയ്യും? നോർത്ത് പോൾ ആണോ സൗത്ത് പോൾ ആണോ?
ഓക്കെ, നമുക്കറിയാം ഇവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഈ കാരണത്തെ ഒപ്പോസ് ചെയ്യാനാണ്. ഈ കാരണത്തെ ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റിപ്പൽ ചെയ്യാന്നാണ്. നമുക്കറിയാം സെയിം പോൾസ് ആണെങ്കിലാണ് റിപ്പൽ ചെയ്യുന്നത്. അപ്പം ഇവിടെ നോർത്ത് പോൾ അല്ലേ, ഇവിടെ സൗത്ത് പോൾ ആണെങ്കിൽ ഇത് അട്രാക്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇവിടെ റിപ്പൽഷൻ നടന്ന് ഇത് ഒപ്പോസ് ചെയ്യുകയാണല്ലോ, അപ്പോൾ ഇവിടെ നോർത്ത് പോൾ ആയിരിക്കും. ഓക്കെ, സോ ദ നിയർ എൻഡ് ഓഫ് ദ കോയിൽ ആക്ട് ആസ് എ നോർത്ത് പോൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The flux in Webers in a closed circuit of resistance 10 ohm is given by phi equal to 6t square plus 5t plus 2. What is the induced current at t equal to 1 second? നമ്മൾ അടുത്ത് ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഇ എം എഫ് അല്ല. ഓക്കെ, നമുക്ക് ഫ്ലക്സ് തന്നിട്ടുണ്ടെങ്കിൽ വി നോ ദ ഇക്വേഷൻ ഇ ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. സോ ഇവിടെ എൻ പറഞ്ഞിട്ടില്ല, സോ വി ക്യാൻ ടേക്ക് ഇ ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണ്ടേ? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും ഡി ഫൈവ് ബൈ ഡി ടി വിൽ ബി 12t plus 5. ആൻഡ് വെൻ ടി ഈക്വൽ ടു 1 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഡി ഫൈവ് ബൈ ഡി ടി എന്താവും? ഡി ഫൈവ് ബൈ ഡി ടി വിൽ ബി 12 plus 5, ഇറ്റ് വിൽ ബി 17. ഓക്കെ, സോ ഈ എന്താണ്? ഇ ഈക്വൽ ടു മൈനസ് ആണ്. ഇവിടെ മൈനസ് പറയേണ്ട, നമ്മുടെ കറണ്ടാണ് അല്ലേ പറയുന്നത്, കറണ്ടിൻ്റെ കാര്യമാണ്. സോ വി ഹാവ് ടു ജസ്റ്റ് ടേക്ക് 17 എടുക്കുക. അതിനുശേഷം എന്താണ്? വി ഈക്വൽ ടു ഐ ആർ നമുക്കറിയാമല്ലോ. സോ ഐ വിൽ ബി ഈക്വൽ ടു വി ബൈ ആർ. വി എന്താണ്? വി ഈസ് 17, ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇസ് 17 ഡിവൈഡഡ് ബൈ 10. സോ ഇറ്റ് വിൽ ബി 1.7 ആംപിയേഴ്സ്.